താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്ത് നൗഷദ് അലിയോട് 2-3 കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, നൗഷദ് അലി 1971 മുതൽ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഗരീബി ഹട്ടാവോ. കോൺഗ്രസ്സാണ് 60-65 വർഷം ഈ ഭാരതം ഭരിച്ചത്. നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പറ്റിയില്ല. എന്നിട്ട് നിങ്ങൾ നേരെ 10 വർഷം ഭരിച്ച നരേന്ദ്രമോദി ദാരിദ്ര്യം ഇല്ലാതാക്കിയില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ മോശമല്ലേ? നിങ്ങളല്ലേ ഗരീബി ഹഠാവോ അടക്കം നിങ്ങൾ കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നു GDP-യുടെ 800 മീറ്റർ 1000 മീറ്ററാക്കി. നിങ്ങളിതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു EVM മെഷീൻ്റെ കുഴപ്പമാണ്. 2019 വീണ്ടും നരേന്ദ്രമോദി വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് EVM മെഷീൻ്റെ കുഴപ്പമാണ്. അതേസമയത്ത് 2019 ഛത്തീസ്ഗഡും മറ്റേ രാജസ്ഥാനിലും മധ്യപ്രദേശിലും നിങ്ങൾ ജയിച്ചപ്പോൾ നിങ്ങൾക്ക് EVM മെഷീൻ നല്ലതായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ GDP-യുടെ വിഷയത്തിലും അതേപോലെ BJP ജയിക്കുന്ന സ്ഥലത്ത് EVM മെഷീനിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ കമ്മച്ചത്തിൻ്റെ ഒരു വ്യാഖ്യാനങ്ങൾ. ഈ വ്യാഖ്യാനവും ജനങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ജനങ്ങൾക്ക് വേണ്ടത് അടിസ്ഥാനപരമായ സൗകര്യങ്ങളാണ്. ആ അടിസ്ഥാന സൗകര്യം നിങ്ങൾ UP-യിൽ പോയി ചോദിക്കുക. നേരത്തെ ഇവിടെ നിരീക്ഷകനായ ഡോക്ടർ G. ഗോപകുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ? നിങ്ങൾ UP മാത്രമല്ല, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോകും. ആകെ ഈ കേരളത്തിൽ മാത്രമാണ് വികസനം ആ രീതിയിൽ വരാത്തത്. പക്ഷേ ഈ കേരളത്തിൽ പോലും നിങ്ങളുടെ 4 മന്ത്രിമാർ UP-യിൽ ഉണ്ടായ സമയത്ത് ആലപ്പുഴ ബൈപ്പാസ് വന്നോ? ബൈപ്പാസിന് തുടക്കമിട്ടത് ഞങ്ങളാ. അതൊക്കെ പറഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. പക്ഷെ കേരളത്തിൽ പോലും വലിയ മാറ്റമുണ്ടായതുകൊണ്ടാണല്ലോ പിണറായി വിജയനും അതുപോലെ G. സുധാകരനും അടക്കമുള്ള ആളുകൾ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് ധാരാളം പണം തരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പരസ്യമായി പറഞ്ഞില്ലേ? അപ്പം നിങ്ങൾ പറയാം അവർ തമ്മിൽ ഐക്യമാണെന്ന്. ഇത് ഭാരതം മുഴുവനും ഉള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായ വികസനം ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ശ്രീ G. ഗോപകുമാർ പറഞ്ഞു. ഞാൻ ഉടനെ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് പോയത്. വാസ്തവത്തിൽ FDI എന്താ പൊട്ടന്മാരാണോ ലോകത്തിലുള്ള ആളുകൾ? അവർ പൊട്ടന്മാരൊന്നുമല്ല. ലോകത്തിലെ ആളുകൾ, ലോക സാമ്പത്തിക മേലാളന്മാർ, അവർ കുത്തകകൾ എന്തു വേണേലും വിളിച്ചോളൂ. അവരാരും വിഡ്ഢികളൊന്നുമല്ല. FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് 114.1% ആയിരുന്നു UP-യുടെ കാലത്ത്. അതിൻ്റെ ഡബിളാണ്, 244.1 ബില്യൺ ഡോളർ. അപ്പം ഇതെന്താ, ലോകത്തുള്ള ആളുകളൊക്കെ ഫൂളുകളാണ് ഇന്ത്യയിലേക്ക് പൈസ കൊണ്ടുവരാൻ. ഇന്ത്യയുടെ വികസനത്തിൻ്റെ താല്പര്യവും വികസന പരിപ്രേക്ഷ്യവും വികസിച്ചതുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ വളരെ കൃത്യമായി പണമിറക്കാൻ, ഒരു മിനിറ്റ് ഇപ്പം തീർക്കാം, പണമിറക്കാൻ ഏറ്റവും യോജിച്ച രാഷ്ട്രം ഏതെന്ന് ചോദിക്കുമ്പോൾ അവർ കാണുന്നത് ഭാരതമാണ്. അതുകൊണ്ട് എനിക്ക് താങ്കളോട് പറയാനുള്ളത്, പ്രതിപക്ഷത്തിന് ഇത്ര സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ അത് പറയുന്നതിൽ വിരോധമില്ല. പക്ഷേ ആന്ധ്ര, ബംഗാള്, ഒറീസ, തെലുങ്കാന, ഞാൻ ഒന്ന് പറഞ്ഞു തീർന്നോട്ടെ, തെലുങ്കാന അടക്കം പ്രധാനപ്പെട്ട ഒരു 3-4 സംസ്ഥാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാര്യമായി ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം ഞങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് രാജസ്ഥാനിൽ 2ാം ഫേസിൽ എന്തുകൊണ്ടാണ് വിദ്വേഷ പ്രസംഗം മോദി നടത്തി? ഞാൻ ചോദിക്കട്ടെ, നിരീക്ഷകനായ ഡോക്ടർ G. ഗോപകുമാറിനോട് ചോദിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് വികസനം മാത്രമായിരുന്നില്ലേ? 4 പ്രാവശ്യം കേരളത്തിൽ വന്നു, വികസനം മാത്രമല്ലേ സംസാരിച്ചത്? വികസനത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഈ കേരളത്തിലോ ഇന്ത്യയിലോ പ്രതിപക്ഷം സംസാരിച്ചോ? അവർ CAA പറഞ്ഞു, അവർ മുസ്ലിങ്ങൾ 2ാം ഘട്ട പൗരന്മാരാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വികസനം വേണ്ട, BJP വികസനം മാത്രം പറയണം, അവർക്ക് എമോഷണൽ ഇഷ്യൂ പറയണം. ഇത് രാഷ്ട്രീയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവർ എന്ത് ചെയ്യുന്നു അതിന് മറുപടി ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനിപ്പോൾ അഭിലാഷിന് ഒരു റിപ്പോർട്ട് ഇപ്പോൾ അയച്ചിരുന്നു. അഭിലാഷ് അത് കണ്ടതായിട്ട് എനിക്കറിയാം, കാരണം ബ്ലൂ ടിക്ക് വന്നു. നേരത്തെ നൗഷദ് അലി പറഞ്ഞത് ലോകം മുഴുവനും അങ്ങനെ നാണിച്ചു നിൽക്കാന്ന ചൈന ഉണ്ടല്ലോ, ചൈന 430 സീറ്റ് BJPക്ക് കിട്ടും ഈ ഇന്ത്യയിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ. ലോകം മുഴുവനും
അഭിലാഷേ, ഈ ബിജെപിക്ക് 400 സീറ്റ് കിട്ടും, ബിജെപിക്ക് 430 സീറ്റ് കിട്ടും നിങ്ങൾ വൻ വിജയം നേടുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, ദൈനിക് ഭാസ്കറിന്റെ പറഞ്ഞു വെറുതെയാണ് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ചോദ്യം, വല്ല കഥയുള്ള കാര്യമാണോ? ഒരു ചോദ്യം അഭിലാഷിനോട്, അല്ല ഒരു ചോദ്യം അഭിലാഷിനോട്, അല്ല ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ചോദിക്കാം, വേറെ ഒരു വിദ്വേഷവും ഇല്ല. ഈ 430 സീറ്റ് കിട്ടുമെന്ന് ചൈന പറയുമ്പോഴും 400 സീറ്റ് NDAക്ക് കിട്ടുമെന്ന് മോദി പറയുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് വലിയ അസ്വസ്ഥതയാണല്ലോ, നിങ്ങൾക്ക് വലിയ വിഷമമാണല്ലോ. അതേ സമയത്ത് 125 സീറ്റ് കോൺഗ്രസിന് കിട്ടും എന്ന് നിങ്ങൾ ആഹ്ലാദിച്ച് പറയുന്നുണ്ടല്ലോ. കാരണം അതിന്റെ ഒരു മാനസിക അവസ്ഥ എന്താ? 125 സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന് അഭിലാഷിന്റെ മാനസിക രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. സീറ്റ് മോഡി അത് പറയുമ്പോ അഭിലാഷ് അത് പറയുമ്പോ താങ്കൾക്ക് വലിയ സന്തോഷം. അഭിലാഷ് അത് പറയുമ്പോ താങ്കൾക്ക്, അഭിലാഷ് താങ്കൾ ഒരു 400 സീറ്റ് അല്ല അഭിലാഷേ, 400 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പറയുമ്പോ താങ്കൾക്ക് ഒരു ദുഃഖം, 430 കിട്ടുമെന്ന് പറയുമ്പോ ദുഃഖം, 125 കോൺഗ്രസിന് കിട്ടുമെന്ന് പറയുമ്പോൾ താങ്കൾക്ക് വലിയ സന്തോഷം. അത് ശരിയല്ല സാർ, അതൊരു ശരിയായ രീതിയല്ല. സന്തോഷിക്കാനും ദുഃഖിക്കാനുള്ള അവകാശം പോലും ഇല്ലേ സാർ? അങ്ങനെ പറയല്ലേ, ഞാനൊരു ഇന്ത്യൻ പൗരനല്ലേ, അങ്ങനെ പറയല്ലേ. അതൊരു ഏകപക്ഷീയമായ ശരിയല്ല. ഈ സന്തോഷവും ദുഃഖമൊക്കെ സ്വാഭാവികമായി വരുന്നല്ലേ? താങ്കളുടെ അല്ല സന്തോഷവും ദുഃഖമൊക്കെ സ്വാഭാവികമായി വരുന്നല്ലേ? സാധനം വെളിയിലേക്ക് പ്രകടിപ്പിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വിശകലനം നടത്തുമ്പോൾ BJP വിരോധം അങ്ങനെയല്ല ശുഗോപാലകൃഷ്ണൻ. നമ്മളൊരു കാര്യം വിശകലനം ചെയ്യുമ്പോൾ അതിലെ എല്ലാ വശങ്ങളും അതിൽ വരുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം വിശകലനം ചെയ്യുമ്പോൾ ചെയ്യാറ്. ഇപ്പൊ താങ്കൾ തന്നെ ഈ ചർച്ചയുടെ ആദ്യം മുതൽ ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും, ഒരു വിഷയത്തിന്റെ എല്ലാ ആംഗിളും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക, കേൾക്കുന്ന ആളുകൾക്ക് അവർക്ക് അഭിപ്രായം രൂപീകരിക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു വിഷയത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വെളിച്ചം വീശുക എന്നുള്ളതാണ് ചർച്ച നടത്തുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ സന്തോഷവും വിഷമവും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, മനുഷ്യരല്ലേ, അതൊക്കെ സ്വാഭാവികമായിട്ട് എടുത്താൽ മതി. താങ്കളുടെ ഉള്ളിലുള്ള വിശകലനം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടണം. താങ്കളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം വെളിയിലേക്ക് വിശകലനം താങ്കൾ ഒന്നുകൂടി, അത് വിശകലനമല്ല, അല്ല താങ്കൾ ഒന്നുകൂടി വീട്ടിൽ പോയിട്ട് യൂട്യൂബിലിട്ട് കണ്ടു നോക്കിയാൽ താല്പര്യമാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്തിനിപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ അഭിലാഷ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എനിക്കുള്ള പ്രശ്നം എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ താങ്കൾക്ക് ലഡു തരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞത്. കഴിഞ്ഞ തവണ ഞാൻ കൊച്ചിയിലായിരുന്നു, താങ്കൾക്ക് വരാൻ സൗകര്യമായിരുന്നു. ഇനിയിപ്പോ തൃശ്ശൂരിൽ നിന്ന് താങ്കളുടെ ലഡു കൊണ്ട് തിരുവനന്തപുരം വരെ, ഇപ്പോ എനിക്കറിയില്ല നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ടോ നോക്കാം നമുക്ക്.